എല്ലാവർക്കും MK ഡിജിറ്റൽ ടെക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വളരെ സിമ്പിളായിട്ട് ഒരു ഹാർട്ട് ബീറ്റ് ഫ്ലാഷർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു ചെറിയൊരു സർക്യൂട്ടാണ് ഇന്ന്. അതിന് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ 817 ഒക്ടോ കപ്ലറുടെ ആവശ്യമുണ്ട്. സാധാരണ SMPS പവർ സപ്ലൈയിലൊക്കെ കാണുന്ന, അതുപോലെ നമ്മളിപ്പോൾ മൊബൈൽ ചാർജറായാലും അതിൻ്റെ അകത്തെല്ലാം നമുക്ക് കാണാൻ പറ്റും. 881C എന്ന് പറഞ്ഞ ഒരു ഒക്ടോ കപ്ലർ, പിന്നെ ഒരു 5.6K റെസിസ്റ്റർ, അത് 5.6K റെസിസ്റ്റർ, അതായത് ഒക്ടോ കപ്ലറിൻ്റെ ഒന്നാമത്തെ പിന്നിൽ കണക്ട് ചെയ്യാം. പിൻ നമ്പർ 1 സർക്യൂട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ കൊടുക്കുക. അതിൻ്റെ അകത്ത് സർക്യൂട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒക്ടോ കപ്ലറിൻ്റെ ഒരു സൈഡിൽ ഒരു ഡോട്ട് ഉണ്ട്, ആ ഡോട്ടാണ് നമ്പർ 1. അതിൻ്റെ അടിയിൽ നമ്പർ 2, റൈറ്റ് സൈഡിൽ ടോപ്പ് 3, ബോട്ടം സൈഡ് നമ്പർ 4. അത് ആ സർക്യൂട്ടിൻ്റെ അകത്ത് ഞാൻ ലാസ്റ്റ് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ 1.2K റെസിസ്റ്റൻസ് കണക്ട് ചെയ്യേണ്ടത് ഒക്ടോ കപ്ലറിൻ്റെ 2ാമത്തെ ലെഗിൽ നിന്ന് 4ാമത്തെ ലെഗിലേക്ക്. അതിനുശേഷം നമ്മളൊരു 1016 വോൾട്ട് കപ്പാസിറ്റർ ഒക്ടോ കപ്ലറിൻ്റെ 1ാമത്തെ പിന്നിൽ അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് കൊടുത്തതിന് ശേഷം കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഒക്ടോ കപ്ലറിൻ്റെ 4ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യാം. കപ്പാസിറ്ററിൻ്റെ പൊളാരിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കപ്പാസിറ്ററിൻ്റെ ഒരു സൈഡ് ഒരു ബ്ലാക്ക് ലൈൻ ഉണ്ടാവും, അതാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. 1025, 1016 വോൾട്ട്, 1035 വോൾട്ട്, അതൊന്നും പ്രോബ്ലം അല്ല. വോൾട്ടേജിൽ ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ടായാലും കുഴപ്പമില്ല. പിന്നെ നമുക്കൊരാവശ്യം ഒരു LED ആണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, LED. അതിപ്പോൾ സാധാ 1 വാട്ട് LED ആയാലും സാധാ നോർമലി LED ആയാലും കുഴപ്പമില്ല. ഏതായാലും 3 വോൾട്ട് LED ൻ്റെ പോസിറ്റീവ്, അതായത് റെസിസ്റ്റൻസിൻ്റെ മറ്റേ ലെഗിൽ, അതായത് ഒക്ടോ കപ്ലറിൻ്റെ ലെഗ് 1 കണക്ട് ചെയ്തിട്ട് 5.6K റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറ്റേ എൻഡിൽ LED-ൻ്റെ പോസിറ്റീവ്, LED-ൻ്റെ നെഗറ്റീവ് ഒക്ടോ കപ്ലറിൻ്റെ നമ്പർ 3, പിൻ നമ്പർ 3ൽ കണക്ട് ചെയ്യാം. ഇനി നമുക്കൊരാവശ്യമുള്ളത് 3.7 വോൾട്ട് ബാറ്ററിയാണ്. ആ ബാറ്ററീൻ്റെ നെഗറ്റീവിലും പോസിറ്റീവിലും നമ്മൾ നെഗറ്റീവിൽ ബ്ലാക്ക് വയറും പോസിറ്റീവിൽ റെഡ് വയറും നമ്മൾ കണക്ട് ചെയ്യാം. ബാറ്ററിയിൽ നമ്മൾ പ്ലസും മൈനസും വയർ കണക്ട് ചെയ്തതിന് ശേഷം ബാറ്ററീൻ്റെ നെഗറ്റീവ്, അതായത് ഒക്ടോ കപ്ലറിൻ്റെ നമ്പർ 2, പിൻ നമ്പർ 2ൽ നമ്മൾ കണക്ട് ചെയ്യാം. ഇത് ക്ലിയറായിട്ട് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം ലാസ്റ്റിൽ കൊടുക്കും, അത് നോക്കിയിട്ടാകുമ്പോൾ ക്ലിയറായിട്ട് മനസ്സിലായിക്കോളും. ബാറ്ററീൻ്റെ പോസിറ്റീവ് നമ്മൾ LED-ൻ്റെ പോസിറ്റീവിൽ കണക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും